ഇന്നത്തെ ദിവസം പലരുടെയും ജീവിതത്തിലെ നാശത്തിൻ്റെ തുടക്കമാണ്. ന്യൂ ഇയർ യഥാർത്ഥത്തിൽ സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ സുന്ദരമായ അധ്യായം ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട നിമിഷങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാത്രിയാണ്. പക്ഷേ പലരുടെയും നാശത്തിൻ്റെ കാരണമായി മാറുന്നതും ഈ രാത്രി തന്നെയാണ്. നിയമവിധേയമായതും വിരുദ്ധമായതുമായ പല ലഹരികളും സുലഭമായി ഒഴുകുന്ന രാത്രികളിലൊന്ന് ഇന്നത്തെ രാത്രിയാണ്. ഇന്നത്തെ രാത്രി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ നിർബന്ധമായും ഇത് മുഴുവനായും കേൾക്കണം. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷിക്കേണ്ടുന്ന സമയത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ കൊന്നുകളയുന്ന ഇത്തരം ലഹരികൾ കൊണ്ട് നമ്മൾ മലീമസമാക്കുന്നത്. ആരായിരിക്കും ഇതിൻ്റെ ലാഭവിഹിതം പറ്റുന്നത്? ജീവിതത്തിൽ സന്തോഷിക്കേണ്ടുന്ന ആഘോഷ ദിവസങ്ങളെ ലഹരിയില്ലെങ്കിൽ പൂർണ്ണമാകില്ല എന്ന തെറ്റിദ്ധാരണ അങ്ങനെ ഒരു പൊതുബോധത്തെ സൃഷ്ടിച്ചത് തീർച്ചയായും ഇതിൽ നിന്ന് ലാഭം പറ്റുന്ന ആളുകളായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതങ്ങനെ നടക്കട്ടെ. പക്ഷേ ഇതിലുള്ള നിയമപ്രശ്നത്തെ നിങ്ങൾ അറിയാതെ പോകരുത്. നിയമവിധേയമായ ലഹരി അവിടെ ഇരിക്കട്ടെ, പക്ഷേ നിയമവിരുദ്ധമായ ലഹരികളും ഈ രാത്രിയിൽ സുലഭമായി ഒഴുകുന്നുണ്ട്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് എന്ന് പറയുന്ന NDPS എന്ന ചുരുക്കി പേരിൽ അറിയപ്പെടുന്ന ആക്ടിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. പല വിധത്തിലുള്ള രാസലഹരികൾ, ഒരുപക്ഷെ MDMA ആയിരിക്കാം, അല്ലെങ്കിൽ മരിജുവാന ആയിരിക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹെറോയിൻ പോലെയുള്ള ഒരുപാട് ലഹരികൾ. ഈ ലഹരികൾ സുലഭമായി ഒഴുകുന്ന പാർട്ടികൾ നടക്കുന്നത് ഇന്നത്തെ രാത്രിയിലാണ്. നിങ്ങളൊരു പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിരിക്കില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായിരിക്കും. തീർച്ചയായും ഇന്നത്തെ രാത്രി അത് അവർ ഉപയോഗിക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം അവസാനിക്കാനുള്ള, നിങ്ങളുടെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അവസാനിക്കാനുള്ള ഒരു പോയിന്റായി ഇന്നത്തെ രാത്രി മാറും. അതിനാൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം NDPS ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സെക്ഷൻ 35 ആണ്. സെക്ഷൻ 35ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ ഏതൊരു കേസിലും നമുക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ ആ കുറ്റം ചെയ്തു എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം തെളിയിക്കേണ്ടത് നമുക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളാണ്. പക്ഷേ NDPS ആക്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഹനത്തിൽ നിന്നോ, നമ്മുടെ വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ കൈവശം വെച്ച് പോരുന്ന എന്തിലെങ്കിലും ഈ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ, പോലീസ് നിയമവിധേയമായ രീതിയിൽ അവരുടെ എല്ലാ പ്രൊസീജിയറുകളും പാലിച്ചുകൊണ്ട് അത് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഞാൻ എൻ്റെ അറിവോടുകൂടെ, ദുരുദ്ദേശത്തോടുകൂടെ എൻ്റെ കയ്യിൽ വെച്ചതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷനിൽ നിന്ന് മാറി ആരിൽ നിന്നാണോ കണ്ടെടുക്കപ്പെടുന്നത് അയാളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് വലിയ അപകടമാണ്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഇത് ഞാൻ ഉപയോഗിച്ചതല്ല, ഞാൻ കൈവശം വെച്ചതല്ല എന്ന് കോടതിയെ തെളിയിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അതിഭീകരമായ ഒരു സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ കൊലപാതകം ചെയ്ത വ്യക്തിക്ക് പോലും ബേർഡൻ ഓഫ് പ്രൂഫ് ഇല്ല എന്ന് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചങ്ങാതിമാരെ ചിലപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ കയറ്റിയതായിരിക്കാം. ആ സമയത്ത് ആ ചങ്ങാതി നമ്മൾ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ എന്തോ ആവട്ടെ നമ്മുടെ ബൈക്കിലേക്ക് ഇതിൻ്റെ പൊടികൾ കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കുടുങ്ങും. നമ്മൾ ഇത്തരം ഒരു പാർട്ടിയിൽ പോയി പങ്കെടുക്കുന്ന സമയത്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാകുന്നത്, അല്ലെങ്കിൽ തീർച്ചയായും നമ്മളത് പെടും എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. അതുകൊണ്ട് ആരുടെയും ജീവിതം ഇന്നത്തെ രാത്രി, ഇനിയുള്ള രാത്രികളിൽ തുലക്കാതിരിക്കുക.